അടുത്ത 18ാമത്തെ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. യസ്മാദ് ബിഭേമ്യഹമപി ദ്വിപരാർദ്ധധിഷ്ണ്യമധ്യാസിത സകലലോക നമസ്കൃതം യത് തേപേ തപോ ബഹുസവോ അവരുത്സമാനസ്തസ്മൈ രുരുത്സമാന തേപേ തപോ ബഹുസവോ വരുരുത്സമാനസ്തസ്മൈ നമോ ഭഗവതേ ധീമഖായ തുഭ്യം. അതും നമസ്കാരം തന്നെ, നമോ എന്ന് പറഞ്ഞല്ലോ. ഭഗവതേ അധിമഖായ തുഭ്യം എന്നാണ് പറഞ്ഞത്. മഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞങ്ങൾക്കാണ് പറയുക. മഖം നമ്മൾ ഭഗവത് പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു ക്രിയയാണ് യജ്ഞം, അല്ലെങ്കിൽ യാഗം എന്നൊക്കെ പറയും. യാഗം ഒരു യജ്ഞമാണ്. യജ്ഞം മുഴുവനും അങ്ങനെ പറയാൻ പറ്റില്ല. യജ്ഞങ്ങൾ എന്തും യജ്ഞാവാം. നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണ് ഇരുന്ന്, അതൊരു യജ്ഞമാണ്. നമ്മുടെ ഒരു കർമ്മം ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് തപസ്, അതാണ് യജ്ഞം. അപ്പോൾ ഈശ്വരനെ പ്രീതിപ്പെടുത്താനോ അത് മതി. തൻ്റെ ധർമ്മം വേണ്ട പോലെ ചെയ്യുക, നീതി പുലർത്തുക അതിനോട്, അത് ഒരു തപസ്സാവും. അത് ഭഗവാന്റെ പ്രീതിക്ക് കാരണമായിട്ടും വരും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ അധിമഖായ എന്ന് പറഞ്ഞത് യജ്ഞങ്ങളുടെ അധിഷ്ഠാന ദേവൻ എന്ന് പറയുന്നത് യാഗം മാത്രമല്ല. നമ്മൾ ചെയ്യുന്ന ഏത് സൽപ്രവൃത്തിയും നിഷ്കർഷയോടുകൂടി നിഷ്ഠയോടുകൂടി നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കൽ അത് ഒരു യജ്ഞം തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഒരു സദ്ഫലം തരുന്ന ആളാണ് ഭഗവാൻ എന്നുള്ളതാണ് അധിമഖായ എന്ന് പറഞ്ഞത്. അങ്ങനെ ഭഗവതേ തുഭ്യം നമഃ അസ്തു എന്നാണ് അതിൻ്റെ അവസാനം പറഞ്ഞത്. എൻ്റെ നമസ്കാരം ഇരിക്കട്ടെ എന്ന്. പിന്നെ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ബ്രഹ്മാവ് സ്വയം ബ്രഹ്മാവിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അതെന്താണെന്നറിയോ? യസ്മാത് ബിഭേമ്യഹമപി ദ്വിപരാർദ്ധധിഷ്ണ്യം അധ്യാസിത. എനിക്കിപ്പോൾ ഭഗവാൻ ഒരു പോർട്ട്ഫോളിയോ തന്നു. എന്താ അത്? സൃഷ്ടി നടത്തുക. ചെറുതൊന്നുമല്ല, വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് തന്നു എന്ന് മാത്രമല്ല. അപ്പോൾ തരുമ്പോൾ എനിക്കതിനൊക്കെ കുറച്ച് ആയുസ് വേണ്ടേ? വെറുതെ ഒന്നും പറ്റില്ല. അപ്പോൾ നാളെ അങ്ങോട്ട് മരിച്ചു പോകുന്ന ഒരാളോട് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ അതൊന്നും പറ്റില്ല. അത് തന്നിട്ടുണ്ട്, വേണ്ടോളം തന്നു. എന്താ? ദ്വിപരാർത്ഥം എന്നാണ് പറഞ്ഞു. അങ്ങനെയുള്ളൊരു ധിഷ്ണ്യം എന്ന് പറഞ്ഞാൽ ആ സിംഹാസനം, അതിൽ എന്നെ ഇരുത്തി. അധ്യാസിത, ഭഗവാനെ ഇരുത്തിയൊക്കെ വലിയൊരു സിംഹാസനത്തിലെ. എന്താണ് അപ്പോൾ ദ്വിപരാർത്ഥം എന്നുള്ളത് ഒരു കാലത്തിൻ്റെ അളവാണ്. ഒരു കാലത്തിൻ്റെ അളവാണ്. അപ്പോൾ ഈ കാലത്തിൻ്റെ അളവ് ഭാരതത്തിൽ ഉള്ളവർ കണ്ടുപിടിച്ച അത്രയൊന്നും ലോകത്ത് ഒരു ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ചിട്ടില്ല. അത്ര ചെറുത് തൊട്ട് അത്ര വലുത് വരെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് ഓരോന്നും പറയാനിപ്പോൾ സമയമില്ല. ഞാൻ ഈ ദ്വിപരാർത്ഥം എന്താണെന്നുള്ളത് ഒന്ന് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ 24 മണിക്കൂർ അവിടെ തൊട്ട് തുടങ്ങുക. സെക്കൻഡും മിനിറ്റും ഒക്കെ പോട്ടെ. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറാണ് അല്ലേ? പിന്നെ ഒരാഴ്ച, പിന്നെ ഒരു മാസം, ഒരു വർഷം. ഒരു വർഷം എന്ന് പറയുമ്പോൾ 364 ചില്ലറയും ദിവസമാണ് നമുക്കറിയാം. അപ്പോൾ അത് 360 ദിവസം എന്ന് ഒരു റൗണ്ട് ചെയ്ത് പറയുകയാണ് ചെയ്യണത്. 360 വർഷം അല്ല ദിവസം. ആ 360 ദിവസമാണ് നമ്മുടെ ഒരു വർഷം അല്ലേ? അങ്ങനെയുള്ള 360 വർഷം നമ്മുടെ ഭാവന ഇങ്ങനെ വികസിപ്പിച്ച് കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെയുള്ള 360 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം. എന്താ പറഞ്ഞേ? ഓരോരുത്തർക്കും വർഷം വ്യത്യാസമുണ്ട് അല്ലേ? ഇവർ പറയുന്നുണ്ടല്ലോ, ഭഗവാൻ ഗോപികമാർ പറയുന്നുണ്ട്, ഭഗവാൻ ആ ഗോപിക ഗീതത്തിലുള്ളതാണ്. ഭഗവാൻ ഇല്ലാത്തപ്പോൾ ഒരു ത്രുടി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൻ്റെയൊക്കെ അംശമാണ്. അത് തന്നെ യുഗായതേ, ഒരു യുഗം പോലെ ഞങ്ങൾക്ക് തോന്നണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലം വാസ്തവത്തിൽ കൃത്യമായിട്ടൊക്കെ നമ്മൾ ക്ലോക്കുണ്ട്, സമയമൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ എൻ്റെ ക്ലാസ് കഴിയാറാകുമ്പോൾ
സംഘാടകർ ചിലപ്പോൾ ബെല്ലടിച്ചു എന്ന് വരും. അതൊക്കെ ഒരു കൃത്യമുണ്ട് അതിന്. പക്ഷേ ഇവിടെ അത് അനുഭവപ്പെടുന്നതാണ് നമ്മൾ പറയുന്നത്. കാലം അനുഭവപ്പെടുന്ന എങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു സുഹൃത്ത് മരിച്ചു എന്ന് കേട്ടു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് കേൾക്കണേ അതിൻ്റെ ആദ്യത്തെ വർഷത്തെ സംവത്സര ശ്രാദ്ധാണെന്നൊക്കെ. അയ്യോ, 1 കൊല്ലം പോയോ അല്ലേ? നമുക്കതിന് തോന്നില്ലേ? അതെന്താണ് നമ്മളിലുള്ള ആ തോന്നൽ. അപ്പോൾ കാലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഇപ്പം ഈ ദേവന്മാരുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 360 വർഷമാണ് അവരുടെ ഒരു വർഷം എന്ന് പറയാണ്. അങ്ങനെയുള്ള ദേവവർഷങ്ങൾ ആലോചിക്കുക കേട്ടോ. ദേവവർഷം നമ്മൾക്ക് അറിയാം, 4 യുഗങ്ങൾ ഉള്ളതറിയാം ഇല്ലേ? ആദ്യം നമ്മുടെ കൃതയുഗം എന്ന് പറയും, പിന്നെ നമ്മൾ ത്രേതായുഗം എന്ന് പറയും, പിന്നെ ദ്വാപരയുഗം എന്ന് പറയും, ഇപ്പോൾ കലിയുഗമാണെന്നും അറിയാം നമുക്ക്. അതറിയാം. ഈ യുഗങ്ങളൊക്കെ എത്ര കാലമാണെന്നറിയോ? അത് പറയുന്നുണ്ട്. എന്താണ് ഈ സത്യയുഗം അഥവാ ആദ്യത്തെ ആ യുഗം, കൃതയുഗം, അത് 4800 ദേവവർഷമായിരുന്നു. 4800 × 360 നമ്മുടെ വർഷം. അത്രയും വർഷമായിരുന്നു ഏത് കൃതയുഗം. ത്രേതായുഗം 3600 ദേവവർഷം. 3600 ദേവവർഷം. ദ്വാപരയുഗം 2400 ദേവവർഷം. കലിയുഗം 1200 ദേവവർഷം. ആ കലിയുഗത്തിലെ 1200 × 360 വർഷം ഈ കലിയുഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ. അതിൽ 5000 ചില്ലറ, 200 ആയിട്ടില്ല, 5160 മറ്റോ ആയിട്ടുണ്ട് ഇപ്പോൾ. അത്രയും വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് ഈ 4 എണ്ണം കൂടി കൂടിയാൽ എന്ന് വെച്ചാൽ 12000 ദേവവർഷം. 12000 ദേവവർഷത്തിനാണ് നമ്മൾ ഒരു ചതുർയുഗം എന്ന് പറയാം. ചതുർയുഗം, 4 യുഗങ്ങൾ ചേർന്നത്. ആ 4 യുഗത്തിൽ അങ്ങനത്തെ 1000 ചതുർയുഗം ചേർന്നാലാണ് ഒരു കൽപ്പം എന്ന് പറയാം. മനസ്സിലായോ? 1000 ചതുർയുഗം ഒരു കൽപ്പം. അപ്പോൾ എത്ര ഉണ്ടാവും? ബോർഡ്, വലിയ ബോർഡ് വേണം അതൊന്ന് അക്കൗട്ട് എഴുതണമെങ്കിൽ. അങ്ങനത്തെ 50 കൽപ്പം ചേർന്നാലാണ് ഒരു പരാർത്ഥം. 50 കൽപ്പം ചേർന്ന് അങ്ങനത്തെ 2 പരാർത്ഥങ്ങൾ, അതായത് 100 കൽപ്പം ചേർന്നതാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ്. അതിന് ദ്വിപരാർത്ഥം എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഈ ബ്രഹ്മാവ് മാറി വേറെ ബ്രഹ്മാവും വരിക. അപ്പോൾ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ 5 കൊല്ലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ അയാൾക്ക് തന്നെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ ബ്രഹ്മാവിന് കാലാകാലമൊന്നുമില്ല, അതിനൊക്കെ ഒരു സമയമൊക്കെ കണക്കാക്കി. അത് ദ്വിപരാർത്ഥമാണ്. അപ്പോൾ ദ്വിപരാർത്ഥം എന്ന് പറയുന്നത് 100 കൽപ്പാണ്. 1000 ചതുർയുഗം ചേർന്നതാണ് ഒരു കൽപ്പം. അങ്ങനത്തെ 100 കൽപ്പാണ്. അപ്പോൾ അതാണ് ഈ ദ്വിപരാർത്ഥം എന്ന് പറയുന്നത്. ദ്വിപരാർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ്. അത് ഈ 100 കൽപ്പമാണ്. 100 കൽപ്പം എന്ന് പറയുന്നത് ഒരു കൽപ്പം 1000ആണ്. അപ്പോൾ 2000 ചതുർയുഗമാണ്. 2000 ചതുർയുഗം എന്ന് പറയുമ്പോൾ 24000 ദേവവർഷം. അപ്പോൾ 24000 × 360 വർഷമാണ് ഈ നമ്മുടെ വർഷം. ആർക്ക്? ബ്രഹ്മാവിന്. അതാണ് ദ്വിപരാർത്ഥം. ആ ദ്വിപരാർത്ഥം ഇരിക്കാൻ പറ്റുന്ന ഒരു സിംഹാസനത്തിലാണ് ഇവിടെ ഇരുത്തിയേക്കണത്. സർവലോക നമസ്കൃതം. എല്ലാ ലോകരും നമസ്കരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എന്താണെന്നറിയോ? സത്യലോകമാണ് ഏറ്റവും മുകളിലുള്ളത്. സത്യലോകം എന്ന് പറയുന്നതാണ് ഈ ബ്രഹ്മാവിൻ്റെ ഇരിക്കുന്ന സ്ഥലം. ആ സത്യലോകം അതെല്ലാവരും അഭിവന്ദ്യമായിട്ടുള്ളതാണ്. എല്ലാവരും നമസ്കരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് കൂടി മുഴുവൻ ധൈര്യമില്ല. എന്ത് കാര്യത്തിൽ? എന്നെ ഏൽപ്പിച്ച ജോലി ശരിക്കും ചെയ്യുക. അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിൽ ചെറിയ പിഴകൾ വരുമോ? പാടില്ലാത്ത മാതിരിയുള്ള ചിന്തകൾ എനിക്ക് വരുമോ? ഞാനിങ്ങനെ സൃഷ്ടി ചെയ്യുമ്പോൾ എനിക്ക് അഹങ്കാരം വരുമോ? ഞാനാണിതൊക്കെ ചെയ്യണേ എന്നുള്ളൊരു ഭാവം വരുമോ? ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ചെയ്യാൻ പറ്റുള്ളൂ. ആ അനുഗ്രഹം എവിടെയെങ്കിലും ബ്രേക്ക് വരുമോ? ഭയമാണ്. അപ്പോൾ അങ്ങനത്തെ ബ്രഹ്മാവിനും കൂടിയും ഭയം എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ്? അപ്പോൾ അതുകൊണ്ട്
ഞാൻ വളരെ യജ്ഞാനുഷ്ഠാനത്തോട് കൂടിയിട്ട് ബഹുസവഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അങ്ങനെ തപത്തേപേ, ഞാൻ അങ്ങേ തപസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് സൃഷ്ടി ചെയ്യുമ്പോഴും അതിന് യാതൊരു പിഴയും വരാതെ ചെയ്യാൻ നമ്മുടെ എല്ലാം ക്രിയേഷനാണ്. നമ്മളിപ്പോൾ വീട്ടിൽ ഒരു ദോശ ഉണ്ടാക്കണം, അതൊരു ക്രിയേഷനാണ്, നമ്മൾ അറിയണില്ല എന്ന് മാത്രം. നമ്മൾ എന്നും ഈ മാവ് എടുക്കുക, മാവ് കലക്കുക, കുളിപ്പിക്കുക, പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കുക, ഇതൊരു ശീലമായിപ്പോൾ നമ്മൾ അറിയണില്ല. പക്ഷേ എപ്പോഴേക്കും ചിലപ്പോൾ ഇല്ലേ, ചിലപ്പോൾ അങ്ങോട്ട് ദോശക്കല്ലുമ്പോൾ അങ്ങോട്ട് പരത്തി കഴിഞ്ഞാൽ എല്ലാം കൂടി കുഴയാവും ഇല്ലേ. ചിലപ്പോൾ ഇത്ര കൊല്ലമായിട്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയ അമ്മയാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാത്തിലും നമുക്ക് എന്ത് വേണം? ഈശ്വരസ്മരണ വേണം. അരി ഇടുമ്പോഴും നമ്മൾ ജപിച്ച് ആ അരി ഇടുന്ന സമയത്തും ഈശ്വരനെ സ്മരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തപസ് അനുഷ്ഠിച്ചത് എന്ന് പറയാം. തപത്തേവേ, ആ ഭയം കാരണം. അങ്ങനെ ഉള്ള എല്ലാ കർമ്മങ്ങളും വേണ്ട പോലെ ആരുടെ സ്മരണയാലാണോ അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വേണ്ട പോലെ ആക്കി കൊടുക്കണേ, ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് ആ 18ാമത്തെ ശ്ലോകം. ഞാൻ ആ ശ്ലോകം നോടിയും ചെല്ലാം. യസ്മാത് ബിഭേമ്യഹമഭി സ്വപരാർധ്യധിഷ്ണ്യമധ്യാസത സകലലോക നമസ്കൃതം യത് തേവേ തപോ ബഹുസവോ വരുരുത്സമാനസ്തസ്മൈ നമോ ഭഗവതേ അധിമഖായ തുഭ്യം. അങ്ങനെ ആണ് ആ 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് ഒന്ന് പോവാം. ആ സമയം തിര്യങ് മനുഷ്യ വിബുധാദിഷു ജീവയോനിഷ്വാത്മേച്ഛയാത്മകൃതസേതു പരീപ്സയായാം രേമേ നിരസ്തരതിരപ്യ രേമേ നിരസ്തരതിരപ്യവരുദ്ധദേഹസ്തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ. എന്താ പറഞ്ഞത്? ആത്മസേതു പരീപ്സയ എന്ന് 2ാമത്തെ വരിയിൽ പറഞ്ഞു. അപ്പോൾ നമുക്കെല്ലാവർക്കും നൈസർഗികമായിട്ടുള്ളൊരു ധർമ്മബോധമുണ്ട്. എന്താണ്? എല്ലാം നന്നായിട്ട് ചെയ്യണം, ആരെയും ദ്രോഹിക്കരുത്, എല്ലാം ധർമ്മങ്ങളൊക്കെ നമുക്ക് അനുഷ്ഠിക്കണം എന്നൊക്കെ ഉണ്ട്. അതാണ് ആത്മകൃത സേതു എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ആവിഷ്കരിക്കുന്ന ധർമ്മമര്യാദകൾ അത് പാലിക്കാനുള്ള ഇച്ഛയാണ് ആ പരീപ്സ എന്ന് പറയുന്നത്. ഈപ്സ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആ പരിപാലിക്കാനുള്ള ആ ഇച്ഛ ഹേതുവായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യണോ? തിര്യങ് മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു. ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെ പറയാണ്. അപ്പോൾ കഴിഞ്ഞ കൽപ്പത്തിലും ബ്രഹ്മാവുണ്ടായിരുന്നു. ആ ബ്രഹ്മാവിനെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആ ബ്രഹ്മാവിന് ആ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് പറയണേ. അപ്പോൾ നമ്മൾ തിര്യങ് എന്ന് പറഞ്ഞാൽ തിര്യക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് സമാന്തരമായിട്ട് ശരീരം വരുന്നവർ. ഇപ്പോൾ മൃഗങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, 4 കാല് നമ്മളെപ്പോലെ ഇങ്ങനെ എണീട്ട് നടക്കുകയല്ലല്ലോ ചെയ്യണേ. അതാണ് തിര്യക്കുകൾ. മനുഷ്യർ നമ്മളെപ്പോലെ 2 കാലിൽ സഞ്ചരിക്കുന്നവരാണ് മനുഷ്യർ. പിന്നെയോ വിബുധാദിഷു, വിബുധന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ അതൊക്കെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി തന്നെയാണ്. അങ്ങനെ ഉള്ള ആ ജീവയോനികളിൽ അവരുദ്ധദേഹ, സ്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവൻ ആയിട്ട് അവതരിക്കുക. ഭഗവാൻ അങ്ങനെയാണല്ലോ അവതരിച്ചേക്കണത് തന്നെ. അവിടെ ഭഗവാനപ്പോൾ എന്താ ചെയ്തേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിഡംബനം എന്ന് പറഞ്ഞില്ലേ, അനുകരണം അഭിനയിച്ചു. ശരിക്കും ആളെങ്ങനത്തെ ആളാണ്? നിരസ്തരതി. ആ വിഷയാനുഭവം ഒട്ടും തീണ്ടാത്ത ആളാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യിക്കണുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒന്നും ഒരു ഫലം, കർമ്മഫലം ഭഗവാനെ തീണ്ടില്ല. അങ്ങനെ ആണെങ്കിലും അതിലൊക്കെ വളരെ ഭംഗിയായിട്ട് രമിച്ചു ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാന്. അപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളിലൊക്കെ
ആ സൃഷ്ടികൾ വേണ്ട പോലെ ആവണമെങ്കിൽ ഭഗവാന്റെ ചൈതന്യം അതിലേക്ക് വരണം. അപ്പോൾ അവർ ഭഗവത് രൂപികളായിട്ട് മാറും. ഭഗവത് രൂപികളായിട്ട് മാറുന്നു. അപ്പോൾ ആ ഭഗവത് രൂപികളിൽ കൂടെയുള്ള ഭഗവാൻ രമിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ രമിക്കുകയാണെങ്കിലും അതിൻ്റെ ഒന്നൊരു സ്പർശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കർമ്മഫലം, ഇപ്പോൾ ഞാൻ ചെയ്യണതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ ബാധിക്കുന്നില്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ള ആ പുരുഷോത്തമനായ ഭഗവാനെ തസ്മൈ പുരുഷോത്തമായ എന്നാണ് പറഞ്ഞത്. ഭഗവതേ നമ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ ഒരു മായയുണ്ട്, മായ. ആ മായയ്ക്ക് വിധേയനല്ല ഭഗവാൻ, എന്നാൽ ഈ മായ ഉണ്ടാക്കിയതും ഭഗവാൻ തന്നെയാണ്. നമ്മളെയൊക്കെ ആ മായയിൽ പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യിക്കണേ. ആ മായ തീരെ ഇല്ലെങ്കിലാത്തൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു മായ ഉണ്ടാക്കുകയാണ് ആ അമ്മയ്ക്ക് ആ കുട്ടിയോട്, ആ കുട്ടിക്ക് ആ അമ്മോട്. നമ്മളെന്തിനും മനുഷ്യരെ ഇപ്പം മൃഗങ്ങളെ നോക്കിക്കോളൂ ഇല്ലേ? നായയൊക്കെ എന്ത് കൃത്യമായിട്ടാണ് വീട്ടിൽ ഇന്നാൾ ഒരു നായ വന്ന് വിറ്റു. അത് ആ പ്രസവിക്കാറായപ്പോഴേക്കും ആ സ്ഥലമൊക്കെ കണ്ടുപിടിക്കണമൊക്കെ മിടുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. അതൊക്കെ ഭഗവാൻ കഴിവ് കൊടുത്തേക്കാണ്. അത് കഴിഞ്ഞ് ഇത് കുറേ കുട്ടികളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ അത് മല കൊടുക്കണം. ഒരു മായ തോന്നണോണ്ടാ, അല്ലെങ്കിൽ പ്രസവിച്ചോണ്ടിട്ട് അങ്ങോട്ട് പോക്കൂടെ? അത് പോയില്ല. അത് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും ഒരു മായ. എന്നാൽ ഈ മായ അതിൻ്റെ ജീവിതകാലം മുഴുവൻ നിർത്തുമോ? കുട്ടികളൊക്കെ അവനവൻ്റെ പാട്ടിനായ നായയുടെ പാട്ടിന് പോവും, ഇത് ഇതിൻ്റെ പാട്ടിന് പോകും അല്ലേ? അപ്പോൾ ആ മായ ഇല്ലെങ്കിൽ ഇവിടെ ഈ ലോകം നടക്കില്ല. ഈ സൃഷ്ടികൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൊക്കെ മായയുടെ അംശം ഉള്ളതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ സ്ഥിതി എന്ന് പറയണേ ആ പോർട്ട്ഫോളിയോ ശരിക്കും കൊണ്ടു നടക്കാൻ പറ്റണത്. ആ മായയെ ഭഗവാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഭഗവാനെ ഈ മായ ബാധിക്കുന്നുണ്ടോ? ഇല്ലേനും. എല്ലാവരിലും എല്ലാ ജീവികളിലും ഭഗവാന്റെ അംശമില്ലേ? ഉവ്വ്. അപ്പോൾ ആ ജീവികളിലും മായ ബാധിക്കുമ്പോൾ ഭഗവാനെ ബാധിക്കില്ലേ? ഇല്ല. എന്താ ഓരോരോ അതിൻ്റെ ഒരു 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 സംവിധാനം ആലോചിച്ച് നോക്കുക അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ എത്ര എത്ര വിധത്തിലുള്ള ഭാവങ്ങളെയാണ് അവിടെ ഈ ബ്രഹ്മാവ് കണ്ടതും മനസ്സിലാക്കിയതും പറയുന്നതും എന്നുള്ളതാണ്. ചായ എത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ? ഞാൻ ആ ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കാം. നമുക്ക് തിര്യങ് മനുഷ്യ വിബുധാദിഷു ജീവയോനിഷ്വാത്മേച്ഛയാത്മകൃതസേതു പരീപ്സയായാം രമേ നിരസ്തരതിരപ്യവരുദ്ധദേഹസ്തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ. 19 വരെയാണ് നമ്മൾ നോക്കിയത്. 20-ാമത്തെയും 21-ാമത്തെയും ശ്ലോകം ഒന്നിച്ച് പറയേണ്ട ശ്ലോകങ്ങളാണ്. എന്താ ഒന്നിച്ച് പറയേണ്ടതാണെന്ന് പറഞ്ഞാൽ, സംസ്കൃതത്തിലെ ഇപ്പം കാവ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം, ചില ശ്ലോകങ്ങളിൽ പറയാൻ ഉദ്ദേശിച്ച ആശയം മുഴുവൻ കഴിയാണ്ട് വരുമ്പോൾ 2 ശ്ലോകങ്ങളിലായിട്ടാണ് പറയുക. അതിന് യുഗ്മകം എന്ന് പറയും. ഈ 20-21 ശ്ലോകങ്ങൾ യുഗ്മകമാണ്. 2 ഒന്നിച്ച് നമുക്ക് അർത്ഥം പറയേണ്ടതാണ്. അപ്പോൾ 2 ശ്ലോകം ഞാൻ ഒരുമിച്ചാണ് വായിക്കണേ. അതിലെ അർത്ഥം ഒന്നിച്ചല്ല എഴുതിയേക്കണേ. എങ്കിലും യോ വിദ്യയാനുപഹതോപി ദശാർദ്ധവൃത്യാ നിദ്രാമുവാഹ ജഠരീകൃതലോകയാത്ര അന്തർജലേ ഹി കശിപു സ്പർശാനുകൂലം ഭീമോർമിമാലിനി ജനസ്യ സുഖം വിവൃണ്വൻ. അടുത്തത് യന്നാഭിപത്മഭവനാദഹമാസമീഡ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥഭവായ യോഗനിദ്രാവസാന വികസന്നളിനേക്ഷണായ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അതിലെ അവസാന 8 ശ്ലോകങ്ങൾ നമസ്കാര ശ്ലോകങ്ങളാണെന്ന് പറഞ്ഞു.
അപ്പോൾ ആ നമസ്കാരം അവസാനിക്കുന്നതാണ് ഈ 21-ാമത്തെ ശ്ലോകത്തിൽ. അതിലെന്താണ് പറഞ്ഞതെന്ന് നോക്കാം നമുക്ക്. ഈ ബ്രഹ്മാവ് ഉണ്ടായത് ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നാണ്. നാഭി ഉദരഭാഗത്താണല്ലോ, നാഭി പൊക്കിൾക്കൊടിയാണ് ഈ പറയുന്നത്. അപ്പോൾ ആ വയറിൻ്റെ ഉള്ളിലാണ്, ഭഗവാന്റെ ഉദരത്തിൻ്റെ ഉള്ളിലാണ് പ്രളയകാലത്ത് സകല ജീവജാലങ്ങളും ഈ വിശ്വം മുഴുവനും സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ ലയിപ്പിച്ചിരിക്കുന്നത്. അത് ഉദരത്തിലാണ്, ഭഗവാന്റെ ഉദരത്തിലാണ്. അപ്പോൾ ഭഗവാന്റെ ഉദരത്തിലാണ് എല്ലാം ഉള്ളത്. ആ ഒരു ആശയം അവിടെ പറയുന്നുണ്ട്. പിന്നെ ഭഗവാൻ എന്ത് ചെയ്യണം? അതിനൊന്നും ഒരു നാശവും വരാതെ സൂക്ഷിക്കണം. കാരണം ഇനി സൃഷ്ടി വരുമ്പോൾ ആ ജീവൻ തന്നെയാണ് മറ്റൊരു ശരീരം കൊടുക്കാൻ പോണത്. അപ്പോൾ ആ ജീവന് യാതൊരു ദോഷവും വരരുത്. ഈ സൂക്ഷ്മ രൂപത്തിലും ഒക്കെ ആവുമ്പോൾ വളരെ ഡെലിക്കേറ്റാണ്, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതൊക്കെ ഭഗവാൻ വളരെ ശ്രദ്ധയോടുകൂടി ഉദരത്തിൽ ഒതുക്കിയേക്കാണ്. അതുമാത്രമല്ല, കിടക്കണത് ഒരു സമുദ്രത്തിൻ്റെ ഉള്ളിലാണ്. അതിൽ വലിയൊരു സർപ്പത്തിൻ്റെ മുകളിലാണ് കിടക്കണത്. ആ സമുദ്രത്തിലാവുമ്പോഴോ വലിയ വലിയ തിരമാലകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഭഗവാന്റെ അവസ്ഥയൊന്ന് ഓർമ്മിക്കുകയാണ് 20-ാമത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഭഗവാന് ഉള്ള ഒരു പ്രത്യേകതയുമുണ്ട്. എന്താണ്? ഭഗവാനിൽ നിന്നാണ് മായ ഉണ്ടാവുന്നത്. ആ മായയെ കൊണ്ടാണ് ഈ സൃഷ്ടികളൊക്കെ നടത്തുന്നത്. ത്രിഗുണങ്ങൾ ചേർന്നതാണ് മായ. അപ്പോൾ അതിൽ ഈ സൃഷ്ടിക്കാവശ്യമായിട്ടുള്ള രജോ ഗുണം കൂടുതലായിട്ട് ഈ ബ്രഹ്മാവിന് കൊടുത്തിട്ടാണ് ഈ സൃഷ്ടി മുഴുവനും ഉണ്ടാവുന്നത്. അപ്പോൾ ആ മായ ഭഗവാൻ ഉണ്ടാക്കിയതാണെങ്കിലും ഭഗവാനെ ആ മായ ബാധിക്കുന്നില്ല, യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. മായയുടെ ഒരു ദോഷങ്ങളും ഭഗവാനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതും കൂടി പറയുകയാണ് ചെയ്യണേ. എന്താ പറഞ്ഞത്? യോ എന്ന് പറഞ്ഞാൽ യഹ, യാതൊരുവനാണോ ദശാർദ്ധവൃത്തിയ എന്ന് പറഞ്ഞു. ദശ അർദ്ധ വൃത്തിയ. ദശം എന്ന് പറഞ്ഞാൽ 10, അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി. 10ൻ്റെ പകുതി കണക്കണം. എത്രയാ? 5. അപ്പോൾ 5 വൃത്തികൾ, പഞ്ചവൃത്തി എന്ന് പറയും. അതിനാണ് ഈ ദശാർദ്ധവൃത്തിയാന്ന് പറഞ്ഞത്. ആ 5 വൃത്തികളോട് കൂടിയതാണ് മായ എന്ന് പറഞ്ഞു. ആ മായ ബാധിക്കുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ എന്താണ് ഈ 5 വൃത്തി? 5 വൃത്തി എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ മായ നമ്മളെ സ്വാധീനിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ആ മായയ്ക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് 5 വഴികളുണ്ട്. ഒന്നെന്താണ് മായ ബാധിക്കണേ? കാഴ്ചയായിട്ട്. നല്ല സൗന്ദര്യമുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ണെടുക്കില്ല, അതിനോട് ആസക്തി വരിക നമുക്ക്. അതാണ് ഈ മായ എന്ന് പറയുന്നത്. അപ്പോൾ ആ മായ നമ്മളെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ആ മായ നമ്മളുടെ ഒരു കാഴ്ചയിൽ കൂടിയാവാം. പിന്നെയോ നല്ല രസമുള്ള പാട്ട് നമ്മൾ കേൾക്കുകയാണ്, നമ്മുടെ ചെവി കൂടെയാണ് കേൾക്കുന്നത്. ആ ചെവി കൂടെ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിനൊരു ആകർഷണം വരികയാണ്, നമ്മളതിലെ സ്വാധീനം നമുക്കുണ്ടാവുകയാണ്. അത് മായയാണ്. അപ്പോൾ ഈ ബാഹ്യലോകത്തിലെ വിഷയങ്ങളായിട്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ഒട്ടിച്ചു വെക്കണേ ഈ മായയാണ്. അതാണ് ഈ മായ എന്ന് പറയുന്നത്. അപ്പോൾ ആ മായ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഈ കണ്ണ് വേണം, ചെവി വേണം, മൂക്ക് നല്ല സുഗന്ധമുള്ളതാണെങ്കിൽ ആ സുഗന്ധം നല്ല രസമല്ലേ? അപ്പോൾ നമുക്ക് ആ സ്പ്രേ ഒക്കെ അടിക്കില്ലേ ആൾക്കാർ? അതെന്തുകൊണ്ട്? ആ സുഗന്ധത്തിനോട് നമ്മൾ ആകൃഷ്ടരാവണമുണ്ട്. അപ്പോൾ നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്നത് മായയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് സ്വാദുള്ളത്. പഞ്ചസാര പായസം കഴിച്ചാലും മതിയാവില്ല. അത് ഇന്ന് കഴിച്ചു നാളെയും വേണമെന്നാണ് തോന്നുക അല്ലേ? അപ്പോൾ അതിനോടൊരു ആസക്തി വരുത്തണം. അത് വരുത്തണത് മായയാണ്. സ്പർശം നല്ല വേർതിരിക്കുമ്പോൾ ഫാനൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കാറ്റ് വന്നടിക്കുമ്പോൾ എന്താ ഒരു സുഖം അല്ലേ? അപ്പോൾ ആ സ്പർശം കൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതും ഒരു മായയാണ്. അപ്പോൾ ഈ ബാഹ്യലോകത്തിലെ വിഷയങ്ങളോട് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ മായ. അതാണ് ഈ പഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ 5 ആണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടെയും നമ്മളിൽ മായ കയറുകയാണ് ചെയ്യണത്, മായ ബാധിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇന്ദ്രിയ ജയം വരുത്തണം എന്നൊക്കെ പറയാം. മായയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ
ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വശപ്പെടാതിരിക്കുക. എന്തിനാ നമുക്കൊക്കെ ഈ ഇന്ദ്രിയം തന്നെ ഭഗവാൻ പഞ്ചേന്ദ്രിയ ഇത് തരാണ്ടിരുന്നൂടെയായിരുന്നു? പറ്റില്ല. എന്താണ് ഈ ബാഹ്യലോകത്തിലെ വിവരങ്ങളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുതരുന്ന ഇൻപുട്ട് ഡിവൈസസാണ് ഈ 5 ഇന്ദ്രിയങ്ങളെ. അതില്ലാണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് മാത്രം ഉപയോഗിച്ച ഒരു അപകടമില്ല. അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ ജയിച്ചു. പക്ഷേ നമ്മൾ അതിന് മാത്രമല്ല ഉപയോഗിക്കണേ, അതിൽ ഓരോന്ന് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ആസക്തരാവുക ചെയ്യണേ. അപ്പോൾ അവിടെ നമ്മൾ ഇന്ദ്രിയങ്ങളെ ജയിക്കുകയല്ല ചെയ്യണേ, ഇന്ദ്രിയങ്ങൾ നമ്മളെ ജയിക്കുകയാണ് ചെയ്യണേ. അവിടെയാണ് അപകടം വരിക. ഇപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഒരു സ്വാധീനം നമുക്ക് തീരെ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് നോക്കും, വണ്ടി വരുന്നുണ്ടോ എന്ന് ഇങ്ങോട്ടൊന്ന് നോക്കും, ചെവി കൊണ്ട് ശ്രദ്ധിക്കും. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ചെവിട് നല്ലോണം വേണം, അല്ലാണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കണ്ണും വേണം. എന്താണ്? അപകടം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം നമ്മളെ നാനാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളതിനെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നത്. ശരിക്കും ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ മിത്രമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് അതിനെ കെട്ടിയിടുക, ഈ മിത്രാവസ്ഥയിൽ അതിനെ ഒരു വരവരച്ച് നിർത്താൻ നമുക്ക് സാധിക്കുക. അതാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. എന്തായാലും ഈ മായ നമ്മളിൽ കയറുന്നത് ഈ പഞ്ചവൃത്തികളെ കൂടിയാണ്. അതാണ് ദശാർദ്ധവൃത്തിയ എന്ന് പറഞ്ഞത്. ഭഗവാനെ സംബന്ധിച്ച് എങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്താണ് ആ അവിദ്യ എന്ന് പറയുന്നത്? ഇവിടെ യഹ അവിദ്യയാ അനുപഹതഃ എന്നാണ് പറഞ്ഞത്. അവിദ്യ എന്ന് പറയുന്നതാണ് ഈ മായ. അതിനാൽ അനുപഹതൻ, ഉപഹതനാവുന്നില്ല, ബാധിതനാവുന്നില്ല. ഭഗവാന്റെ കാര്യം പറയുന്നത് കേട്ടോ. അങ്ങനെ ആകുന്നില്ലെങ്കിലും കൂടി ജഠരീകൃത ലോകയാത്ര എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ മുഴുവനും ഈ പ്രളയകാലത്ത് ജഠരീകൃതം എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ആ ഉദരത്തിൽ ഒതുക്കിയവനായിട്ട് ഭഗവാന്റെ ഓരോ വിശേഷണങ്ങളെ പറയണേ. അപ്പോൾ ഈ മായ ബാധിക്കാത്തവനായിട്ട് ഈ പ്രളയകാലത്ത് സകല പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഉദരത്തിൽ ഒതുക്കുന്നവനായിട്ട് ഭീമോർമ്മം ഓർമ്മിമാലിനി, ഊർമി എന്ന് പറഞ്ഞാൽ തിരമാല, ഭീമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വലിയ ആ തിരമാലകളുള്ള അന്തർജലേ, ആ ജലത്തിൻ്റെ മധ്യത്തിലാണ് കിടക്കണത്. എങ്ങനെയാണ് കിടക്കണേ? ആഹി കശിപു സ്പർശാനുകൂലം. ഈ സർപ്പം ആണ് മെത്ത. ആ മെത്തയുടെ മുകളിൽ അതിൻ്റെ ആ തണുപ്പ്, ഓരോ തണുപ്പ് സ്പർശം ഏറ്റുകൊണ്ടാണ് കിടക്കണത്. അങ്ങനെ എന്തിനാ ഇപ്പോൾ ഈ പ്രളയകാലത്ത് ഇങ്ങനെ ഒരു പ്രളയകാലം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ആവശ്യമത്രേ. നമ്മളിപ്പോൾ രാത്രിയും പകലും ഉണ്ട് ഇല്ലേ? പകൽ മാത്രമായിരുന്നെങ്കിലോ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റായില്ല. പക്ഷേ അങ്ങനെ ഒരു രാത്രി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങണത്. നിദ്ര എന്ന് പറയുന്ന ഒരു നൈസർഗിക വാസന നമുക്ക് തന്നുകൊണ്ടാണ് നമ്മൾ ഉറങ്ങണേ. അപ്പോൾ എന്തിനാ ഉറങ്ങണേ? 24 മണിക്കൂറും നമ്മൾക്ക് കർമ്മം ചെയ്യിക്കുന്ന വിധത്തിൽ സൃഷ്ടിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 80 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാർ ഒരു 10 വയസ്സ് വരെയൊക്കെ ജീവിക്കും. എന്താ കാരണം? ഏത് യന്ത്രമായാലും ആ യന്ത്രത്തിന് മെയിൻ്റനൻസ് വേണം, ആ യന്ത്രത്തിന് വിശ്രമം വേണം, ആ യന്ത്രത്തിന് വേണ്ട പരിചരണങ്ങൾ വേണം. അതിൽപ്പെട്ടതാണ് മനുഷ്യയന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യ ശരീരത്തിനെ സംബന്ധിച്ചോളം വിശ്രമം. അപ്പോൾ കർമ്മം ചെയ്യലിനെ നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിദ്ര, ഈ വിശ്രമം. ആ വിശ്രമം വേണമെന്നുണ്ടെങ്കിൽ രാത്രി എന്ന് പറഞ്ഞൊരു സമയം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ ഈ പ്രളയകാലത്ത് എന്താ ചെയ്യണേ? ഈ ജീവനുകളെ മുഴുവനും തൻ്റെ ഉദരത്തിലാക്കി സൂക്ഷിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അവർക്ക് ആ ജീവനുകൾക്ക് വിശ്രമം കൊടുക്കുകയാണ്. അവിടെ ഒരു 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന ഒരു വിശ്രമമാണെങ്കിൽ ഇതൊന്നുമല്ല. ഇത് അനവധി കാലത്തെ ഒരു വിശ്രമമാണ്. അനവധി കാലം ആ ജീവൻ ഇങ്ങനെ ഓരോ ശരീരത്തിൽ കൂടെ മാറിയൊക്കെ പോയി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ജീവിതത്തിൽ നിന്നും മറന്ന് ദീർഘമായൊരു നിദ്ര,
ആ സൂക്ഷ്മ രൂപത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യണേ അവിടെ എന്ന് പറയണം. അപ്പോൾ അവിടെ സുഖം വിവൃണ്വൻ എന്നാണ് പറഞ്ഞത്. ആ ജീവനുകൾക്കൊക്കെ സുഖത്തിനെ കൊടുത്തുകൊണ്ടാണ് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതുവരെയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വിവൃണ്വൻ എന്ന് പറഞ്ഞാൽ നിർത്തി. അതൊരു ക്രിയാപദമല്ല, അങ്ങനെ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് എന്നാണ് നിർത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് അത് യുഗ്മകെന്ന് ഞാൻ പറഞ്ഞത്. 2 ശ്ലോകം കൂടി കൂടുമ്പോഴേ അർത്ഥപൂർത്തി വരുള്ളൂ. പിന്നെ രണ്ടാമത്തേൽ എന്ത് പറഞ്ഞു? അങ്ങനെയുള്ള ആ ഭഗവാന്റെ നാഭിപത്മഭവനാത്, ഈ നാഭിപത്മം എന്ന് പറയുന്നത് ഈ പൊക്കിൾക്കൊടി, ആ പൊക്കിൾക്കൊടിയിൽ നിന്നുണ്ടായ പത്മം, ആ പത്മമാണ് എനിക്കൊരു വീടായിട്ട് ഇപ്പോൾ തന്നേക്കണേ അല്ലേ. ബ്രഹ്മാവിന് ഇരിക്കാനുള്ളൊരു ഭവനം തന്നത് ആ താമരയാണ്. ആ താമരയിലാണ് ഇരുത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാഭിയിൽ നിന്ന് ഈ പത്മം ഉണ്ടായ? ഒരു കയ്യിൽ നിന്നുണ്ടാവായിരുന്നില്ലേ? കാരണം വേറൊന്നുമല്ല, ഈ സൂക്ഷ്മ രൂപത്തിൽ ഈ ജീവനെ മുഴുവനും നിർത്തിയേക്കുന്നത് ഈ ഉദരത്തിലാണ്. അപ്പോൾ ആ ഉദരത്തിൽ നിന്നുള്ള ഒരു പുറപ്പാടാണെങ്കിൽ മാത്രമേ ഈ ജീവനുകളെയൊക്കെ ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് ആരാണ്? രൂപം, ഒരു ശരീരം കൊടുക്കാൻ പോണത് ഈ ബ്രഹ്മാവാണ്. അപ്പോൾ ആ ബ്രഹ്മാവിനൊരു ആക്സസ് ഏറ്റവും കിട്ടുക നാഭിന്നാണല്ലോ. അതുകൊണ്ടാണ് ആ നാഭിഭവനാത് അഹം ആസം, ഞാൻ ഉണ്ടായി എന്നാണ്. ആസം എന്ന് പറഞ്ഞാൽ ഉത്ഭവിച്ചു. എങ്ങനെയാണ് ഞാൻ ഉത്ഭവിച്ചത്? ലോകത്രയോ ഉപകരണ എന്ന് പറഞ്ഞ്, ഈ ലോകത്രയം 3 ലോകങ്ങളെന്ന് നമ്മൾ പറയാം അല്ലേ. വേറൊരു സ്ഥലത്ത് പറയും 14 ലോകങ്ങളെന്ന്. അപ്പോൾ ആകെ എത്ര ലോകമുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടു. 14 + 1 17 ഉണ്ടോ? ഇല്ല. ഈ 3 ലോകം എന്ന് പറയുന്നത് തന്നെ ഈ 14 ലോകം. അപ്പോൾ അതെന്താ അതിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമി ഏതാണ്ട് മധ്യത്തിലാണെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ ഒരു നേരെ ഇങ്ങനെ മുകളിലും ചോട്ടിലായിട്ട് അടക്കിയേക്കാണെന്ന് വിചാരിക്കുക. ആ വിചാരത്തിനൊന്നും വലിയ അർത്ഥമില്ല കേട്ടോ, എങ്കിലും ഞാൻ പറയുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭൂമി ഇവിടെയുണ്ട്. ഭൂമിയുടെ താഴെ 6 ലോകങ്ങളാണ്. അത് അതലം, വിതലം, സുതലം, തലാതലം എന്നൊക്കെ പറഞ്ഞ് പാതാളം വരെയുള്ള 6 ലോകങ്ങളാണ്. അതിൻ്റെ മുകളിലേക്കാണ് പിന്നെ ബാക്കിയുള്ള ലോകങ്ങൾ. അതിലാണ് ഈ ബ്രഹ്മലോകമൊക്കെ വരുന്നത്, സത്യലോകം ഒക്കെ വരുന്നത്. അപ്പോൾ 7 ലോകങ്ങൾ ഭൂമിയുടെ മുകളിലും 6 ലോകങ്ങൾ താഴത്തും, ഇടയ്ക്ക് ഭൂമി, അങ്ങനെ 14. അപ്പോൾ ഈ ഭൂമിയുടെ മുകളിലുള്ളത് കൂടിയൊക്കെ ഒന്നിച്ച് എന്ത് പറയുന്നത് വെച്ചാൽ സ്വർഗം എന്ന് പറയും. ഭൂമിയുടെ മുകളിലുള്ള 7 ലോകത്തിന് ഒന്നിച്ച് സ്വർഗം എന്ന് പറയും. ഭൂമി തന്നെ. ഭൂമിയുടെ താഴത്തുള്ള 6 എണ്ണത്തിനും കൂടി ഒന്നിച്ച് പാതാളം എന്ന് പറയും. അപ്പോൾ പാതാളം, ഭൂമി, സ്വർഗം, എത്രയായി? 3. അതാണ് ഈ 3 ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 ലോകങ്ങൾക്കും സൃഷ്ടിക്കുള്ള ഉപകരണം എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. ടൂൾ ആയിട്ടാണ് ഈ ബ്രഹ്മാവിനെ ഇപ്പോൾ ഈ താമരയിൽ അവരോധിച്ചേക്കണേ, താമരയിൽ കൊണ്ട് ഇരുത്തിയേക്കണേ എന്ന് പറയാണ്. അങ്ങനെ ആ താമരയിൽ ഞാൻ ഉത്ഭവിച്ചു. എന്ത്? ഈ ലോകത്രയോ ഉപകരണ, ഈ 3 ലോകങ്ങളും ഉണ്ടാക്കാനുള്ള ഉപകരണമായിട്ട് എന്നെ അവരോധിച്ചേക്കാണ് ഭഗവാൻ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് യോഗനിദ്രാവസാന വികസന നളിനെ ക്ഷണായ, ഈ ഭഗവാൻ ആ സമയത്ത് ഭഗവാനും വിശ്രമിക്കുകയാണ്, യോഗനിദ്രയാണ്. അപ്പോൾ ആ യോഗനിദ്രയിലെ അവസാനത്തിൽ ആണ് ഈ സൃഷ്ടി തുടങ്ങുക. അപ്പോൾ അങ്ങനെ യോഗനിദ്ര ചെയ്യുന്ന ആ ഭഗവാനായിട്ടുള്ള അങ്ങേക്ക് തേ നമഃ, നമസ്കാരം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സൃഷ്ടിക്ക് മുമ്പുള്ള ഒരു വിവരണം, ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ആണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് എന്നുള്ളതും, സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രളയകാലത്ത് ഈ ജീവനുകളൊക്കെ എവിടെയാണെന്നുള്ളതും ഒക്കെ ഉള്ളൊരു വിവരണമാണ് അതിലുള്ളത്. അപ്പോൾ അങ്ങനെ തേ നമഃ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നമസ്കാരം ചെയ്യാണ്. അപ്പോൾ ഈ 21 വരെ ആണ് ഈ നമസ്കാര ശ്ലോകങ്ങൾ. അപ്പോൾ ഇനി നമസ്കാരം കഴിഞ്ഞു. ഇനി 4 ശ്ലോകങ്ങൾ കൂടിയുള്ളത്. അതിൽ ബ്രഹ്മാവിന് കുറേ അഭ്യർത്ഥനകൾ നടത്തുകയാണ്. ഈ സൃഷ്ടി ഞാൻ നന്നായിട്ട് നടത്തണം, അത് നടത്തണം എന്നുണ്ടെങ്കിൽ ഭഗവാനോട് കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടാനുണ്ട്, അത് ഞാനൊന്നിപ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
അതൊന്ന് ഞാൻ വായിക്കാം. 22-ാമത്തെ ശ്ലോകം. സോയം സമസ്ത ജഗതം സുഹൃദേക ആത്മാ സത്വേനയൻ മൃഡയത്തെ ഭഗവാൻ ഭഗേന തേനൈവ മേ ദൃശം അനുസ്പൃശതാദ്യഥാഹം സ്രക്ഷ്യാമി പൂർവവദിതം പ്രണതപ്രിയോസൗ. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ ബ്രഹ്മാവിൻ്റെ ഒരു ദ്വിപരാർദ്ധ്യം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അളവും ഒക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ 4 യുഗങ്ങൾ, ആ 4 യുഗങ്ങൾ കഴിയുമ്പോൾ ഒരു കൽപ്പം എന്ന് പറയും. അങ്ങനത്തെ 1000 കൽപ്പം, അങ്ങനത്തെ 1000 കൽപ്പം കഴിഞ്ഞ് 2000 കൽപ്പം. ആ 2000 കൽപ്പം കഴിയുമ്പോഴാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുക. അപ്പോൾ പിന്നെ അവിടെ വേറെ ബ്രഹ്മാവിനെ അവരോധിക്കും. എന്നാൽ ഈ പ്രളയം എപ്പോഴുണ്ടാവുക? ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോഴല്ല, ഓരോ കൽപ്പം കഴിയുമ്പോഴും ഉണ്ടാവും. ഓരോ ചതുർയുഗം കഴിഞ്ഞ് 1000 ചതുർയുഗം കഴിയുമ്പോൾ ഒരു കൽപ്പമായി. ആ കൽപ്പം കഴിയുമ്പോൾ ഒരു പ്രളയം ഉണ്ടാവും. കൽപ്പാന്തതോയം എന്നൊക്കെ പറയില്ലേ, ആ കൽപ്പത്തിൻ്റെ അവസാനത്തിലുണ്ടാവുന്ന പ്രളയം. ആ പ്രളയ സമയത്താണ് ഈ നേരത്തെ പറഞ്ഞ കാര്യം, ഭഗവാന്റെ യോഗനിദ്ര, ഈ ജീവനുകളൊക്കെ സൂക്ഷ്മരൂപത്തിൽ ഭഗവാന്റെ ഉദരത്തിൽ, അത് കഴിഞ്ഞ ബ്രഹ്മാവ് പുറപ്പെടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ഓരോ കൽപ്പത്തിലും ഇപ്പോൾ കഴിഞ്ഞ കൽപ്പത്തിൽ ബ്രഹ്മകന്യ ഈ കൽപ്പത്തിലും ഉണ്ടാവുക. അങ്ങനെ പല പല കൽപ്പങ്ങളാണ്. ബ്രാഹ്മകൽപ്പം, വാരാഹകൽപ്പം, അങ്ങനെ പല പല കൽപ്പങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ കൽപ്പത്തിലെ ബ്രഹ്മാവ് തന്നെയാണ് ഇപ്പോൾ ഈ ജനിച്ചേക്കണത്. ഇതിൽ ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ റെഫർ ചെയ്യുന്ന ബ്രഹ്മാവ് ഇതിന് മുമ്പുള്ള കൽപ്പത്തിലും ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആണ് ആൾ. പുതിയ ആളാണെങ്കിലല്ലേ പണി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഭഗവാനും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിലും ഞാൻ ചെയ്തിരുന്നത് തന്നെ ഒരു ജോലിയാണെങ്കിലും പുതിയ ചെയ്യുമ്പോൾ ഒന്ന് ഭഗവാനെ സ്മരിക്കണം. ഇപ്പോൾ കാലത്ത് നമ്മളിവിടെ ഈ ബ്രഹ്മസ്തുതി കുറച്ച് നേരം പറഞ്ഞു, അത് കഴിഞ്ഞൊന്ന് ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോഴും ഞാനൊന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു നേരെയാക്കി തരണേന്ന് അല്ലേ. അതെന്താ അങ്ങനെയാണ്? എന്താപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അതുപോരാ, അവർ ബ്രേക്ക് വന്നില്ലേ. അപ്പോൾ ഈ പ്രളയകാലത്ത് ബ്രഹ്മാവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുനരാരംഭിക്കുകയാണ് പുതിയ കൽപ്പത്തിലെ. അപ്പോൾ ആ കൽപ്പം തുടങ്ങണ സമയത്താണ് സൃഷ്ടികൾ ആരംഭിക്കുക. ഈ ബ്രഹ്മാവ് ആ താമരയിൽ വന്നിരിക്കുക. അങ്ങനെ 2000 കൽപ്പം കഴിഞ്ഞാലേ ബ്രഹ്മാവ് മാറുള്ളൂ. അപ്പോഴേ പിന്നെ ഒരു ഇൻഡക്ഷൻ കോഴ്സും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമുള്ളൂ. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. പക്ഷേ എന്നാലും ഞാൻ ചില കാര്യങ്ങൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനുണ്ട് എന്ന് പറയാണ്. എന്താ പറഞ്ഞതെന്ന് നോക്കുക. ഭഗവാനോട് പറയാണ്, ഇവിടെ അഭ്യർത്ഥനയാണെങ്കിലും ഭഗവാന്റെ കുറേ വിശേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. സമസ്ത ജഗതാം സുഹൃത്ത്, ഭഗവാന്റെ കാര്യം പറയാണ്. സർവ്വലോകങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ എന്ന് പറയാണ്. സർവ്വലോകങ്ങളെന്ന് പറയുമ്പോൾ ആ സർവ്വലോകങ്ങളിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ സൃഷ്ടികൾ എല്ലാവരുടെയും സുഹൃത്താണ് ഭഗവാൻ. കോപിക്കും എന്നൊക്കെ നമ്മൾ സാധാരണ പറയൂല്ലേ. ഭഗവാൻ അങ്ങനെ കോപിക്കണ ആളൊന്നുമല്ല. ഭഗവാൻ എന്നും നമ്മുടെ സുഹൃത്താണ്, നമുക്ക് മാപ്പ് തരും, എല്ലാം തരും. പക്ഷെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമല്ലോ. നമ്മൾ ഭഗവാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ. അതൊക്കെ വിട്ടിട്ട് വികർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, തെറ്റ് ചെയ്യണം, നിഷേധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ. അങ്ങനെ ചെയ്യണവരെ ശിക്ഷിക്കപ്പെടണം അല്ലേ. കൃതാപരാധ ഖലു ദണ്ഡനീയ, അങ്ങനെയാണ്. അത് തെളിയണമെന്നേ ഉള്ളൂ നമ്മുടെ കോടതിക്കും. നമ്മുടെ കോടതിയും തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട വെറുതെ അങ്ങോട്ട് വിടുമോ? അതില്ല. അപ്പോൾ പിന്നെ ശിക്ഷയുണ്ട്. അതേപോലെയാണ്. അപ്പോൾ ഇവിടെ എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ ജഗത്തിലെ ലോകങ്ങൾക്കും സുഹൃത്താണ് എന്ന് പറയാണ്. ഏകഹ, സൃഷ്ടികൾ അനവധി ഉണ്ടെങ്കിലും അതിലെല്ലാം ചൈതന്യം ആയിട്ട് ഇരിക്കുന്ന ഭഗവാൻ ഒന്ന് തന്നെയാണ്. ആവർത്തിച്ച് പറയുന്ന ആശയമാണ് കേട്ടോ. അത് കഴിഞ്ഞ് എന്ത് പറഞ്ഞു? ആത്മാ എന്ന് പറഞ്ഞു. ആത്മാ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളുടെയും അന്തര്യാമിയായിട്ട് കുടികൊള്ളുന്നവനാണ്.
നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിലൊക്കെ ആ ഭഗവത് ചൈതന്യം സ്വാമിജിയും പറഞ്ഞല്ലോ, ആ ഒരു ഭാവം നമുക്ക് ഉണ്ടാവണം. അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇത് പറയണേ. അങ്ങനെയുള്ള ഭഗവാൻ സ അയം എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ എന്ത് ചെയ്യണം? യത് സത്വേന ഭഗേന മൃഡയതേ. ആ ഭഗവാന്റെ ആ സത്വഗുണപ്രഭാവം കൊണ്ട്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിത്യ ശുദ്ധനായിട്ടുള്ള സത്വരൂപിയാണ് ആ ഭഗവാൻ. ആ ഭഗവാൻ തൻ്റെ സത്വേന എന്ന് പറഞ്ഞാൽ ആ സത്വഗുണപ്രഭാവത്താൽ ഭഗേന, ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ആ ഭഗവാൻ ഐശ്വര്യമൂർത്തി കൂടിയാണ്. ആ ഐശ്വര്യം കൊണ്ടും മൃഡയതയെ, ഈ വിശ്വത്തെ സുഖിപ്പിക്കുകയാണ് ചെയ്യണേ. ആ വിശ്വത്തിനെ നന്നായിട്ട് പരിപാലിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. തേന ഏവ എന്നാണ് പിന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തേനൈവ മേ ദൃശം അനുസ്പൃശതാത് എന്നാണ് പ്രാർത്ഥന. എന്താ അതിൻ്റെ അർത്ഥം? ദൃശം എന്ന് പറഞ്ഞാൽ ഒരു കടാക്ഷം, ഒരു കണ്ണ് മേ ദൃശം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കണ്ണ് എന്നവിടെ പറയണത്, നമ്മൾ അറിവ് ഏറ്റവും ആദ്യം കിട്ടുക കണ്ണുകൊണ്ട് തന്നെയാണ് ഇല്ലേ? പുസ്തകത്തിൽ നമ്മൾ വായിക്കും, അപ്പോൾ കണ്ണാണ് അവിടെ പ്രയോഗിക്കണേ. അപ്പോൾ ആ ദൃഷ്ടിക്ക് നമ്മൾ എന്ത് പറയും? ജ്ഞാനമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മൾ ജ്ഞാനസമ്പാദനം നടത്തണതിൽ ഏറ്റവും കൂടുതൽ റോള് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ വച്ച് കണ്ണിനാണ്. അപ്പോൾ ആ ദൃശ്യം എന്ന് പറഞ്ഞത് അവിടെ പ്രജ്ഞാദൃഷ്ടി എന്നുള്ള അർത്ഥമാണ്. എൻ്റെ ആ ബുദ്ധിയുടെ ഒരു കണ്ണ്, നമ്മൾ പറയില്ല ഉൾക്കണ്ണ്, മനക്കണ്ണ് എന്നൊക്കെയല്ലേ പറയുക. അത് അനുസ്പൃശതാത്, ഇങ്ങനെയുള്ള ഈ ഭഗവാൻ ഈ വിശ്വത്തിനെ മുഴുവനും ഇപ്രകാരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ ആ പ്രജാദൃഷ്ടിയെ ഒന്ന് അനുസ്പൃശതാത്, നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ തലയിൽ കൈ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരു സുഖമല്ലേ? അപ്പോൾ ഇങ്ങനെ കാണിക്കും, അതൊരു സിമ്പിളാണ്. പക്ഷെ നമ്മളത് സ്പർശിച്ചാലോ നമുക്ക് ശരിക്ക് ആ ഒരു അനുഗ്രഹം കൂടെ പാസ് ചെയ്യുന്നതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവും. അതാണ് അവിടെ അനുസ്പൃശതാതെന്ന് പ്രത്യേകം പറയാൻ, സ്പർശിക്കണേ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഭഗവാന്റെ ഈ അനുഗ്രഹ സ്പർശം എൻ്റെ പ്രജ്ഞാദൃഷ്ടിക്ക് ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ സൃഷ്ടി തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ അതിന് വേണ്ടതെല്ലാം വേണ്ട നേരത്ത് വേണ്ട പോലെ തോന്നിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെന്ത് പറഞ്ഞു? യഥാ തേനൈവ മേ സ്പൃശം അനുസ്പൃശതാത് എന്ന് പറഞ്ഞു. യഥാ അഹം പൂർവവത് ഇതം സ്രക്ഷ്യാമി എന്ന് പറഞ്ഞു. പൂർവവത് എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത പോലെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പുതിയ ബ്രഹ്മാവല്ല ഇതെന്ന്. കാരണം ഞാൻ ഇതിനു മുമ്പിലത്തെ കൽപ്പത്തിൽ സൃഷ്ടികൾ നടത്തി, അതിൽ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ആ സൃഷ്ടികളൊക്കെ നേരെ ആവുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ ഇനി ഇപ്പോൾ ആ പുതിയ കൽപ്പത്തിൽ പുതിയ സൃഷ്ടികൾ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഭഗവാൻ കഴിഞ്ഞ കൽപ്പത്തിൽ എന്നെ അനുഗ്രഹിച്ച പോലെ അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ് ചെയ്യണേ. സൃക്ഷ്യാമി ഞാൻ. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ ആ വിധത്തിൽ തന്നെ പൂർവവത് മുമ്പ് ചെയ്ത പോലെ തന്നെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാണ്. അതിന് ഒരു ചെറിയൊരു അവകാശവാദം നടത്തുന്നുണ്ട് ആൾ. അതെന്താ? പ്രണതപ്രിയോ സൗ, അങ്ങ് പ്രണതപ്രിയനാണല്ലോ. പ്രണതപ്രിയൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രണമിക്കുന്നവരോട് പ്രിയത്വമുള്ള ആൾ, നമസ്കരിക്കുന്നവരോട് വലിയ ഇഷ്ടമുള്ള ആളെന്നാണ് പറഞ്ഞത്. എന്താ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നമ്മളിപ്പോൾ ബ്രഹ്മാവിനെ കണ്ട് പഠിക്കുകയാണ്. ബ്രഹ്മാവ് എന്താ ചെയ്തതെന്ന് നോക്കുക. അപ്പോൾ ബ്രഹ്മാവ് ആദ്യത്തെ 13 ശ്ലോകത്തിൽ ആ ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞു, വിഭൂതികളൊക്കെ പറഞ്ഞു, ആളെ ഒന്നിങ്ങനെ സ്തുതിച്ചു. അതാണ് ആദ്യത്തെ 13. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് നമസ്കരിക്കുകയില്ലേ. ഈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് എന്തുണ്ടായത്? എന്താ വേണ്ടതെന്ന് പറഞ്ഞത്. നമ്മളൊക്കെ അമ്പലത്തിൽ പോയാൽ എന്താ ചെയ്യുക? ആദ്യം അങ്ങോട്ട് നമസ്കരിക്കും അല്ലേ? അത് കഴിഞ്ഞ് ഭഗവാന്റെ സ്തുതിയൊന്നും ഉണ്ടാവില്ല, വിഭൂതിയൊന്നും പറയില്ല, അങ്ങനത്തെ ആളെ അന്നും നമ്മൾ പറയില്ല.
അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ലിസ്റ്റ് എടുക്കുകയാണ്, കൊടുക്കുകയാണ്. അങ്ങനെയാണ് സാധാരണ പതിവ്. അപ്പോൾ അതല്ല വേണ്ടതെന്നാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പാടുള്ളൂ. എന്താ പ്രണതപ്രിയ എന്നെടുത്ത് പറയാൻ കാരണം പ്രണമിച്ചില്ലേ, ഇത്രയും ഇത് ചെയ്തില്ലേ. അങ്ങനെ പ്രണമിച്ച് കഴിഞ്ഞപ്പോൾ ആണ് അങ്ങനെയുള്ളവരോട് പ്രിയനായിട്ടുള്ള അങ്ങ് ഇപ്പോൾ ഞാൻ പ്രണമിച്ചില്ലേ, എന്നോട് പ്രിയത ഉണ്ടാവണമെന്ന് അണ്ടർസ്റ്റുഡ്, അതെടുത്ത് പറഞ്ഞില്ല. പക്ഷേ ആ പ്രണതപ്രിയ എന്നുള്ള ഭഗവാനോടുള്ള വിശേഷണം കൊണ്ട് അതാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ബ്രഹ്മാവ് ചെയ്തത്. അപ്പോൾ അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ഞാൻ ആ ശ്ലോകം കൂടി വായിക്കാം. സോയം സമസ്ത ജഗതം സുഹൃദേക ആത്മാ സത്വേന യന്മൃഡയതേ ഭഗവൻ ഭഗേന തേനൈവ മേ ദൃശമനുസ്പൃശതാദിയഥാഹം സ്രക്ഷ്യാമി പൂർവവദിതം പ്രണതപ്രിയോസൗ എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ സുഹൃത്ത്, ഏക, ആത്മാ എന്ന് 3 പ്രയോഗങ്ങൾ അവിടെ കണ്ടു. ഇതൊരു ആവർത്തനമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നാദി പ്രസീദതി എന്ന് പറഞ്ഞൊരു ശ്ലോകം കാണാനില്ലേ, 12ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു. അതിൽ ഭഗവാന്റെ വിശേഷണം പറയുന്നുണ്ട്. സുഹൃത് ഏക ആത്മാ എന്ന് അവിടെയും പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം ചെല്ലാം. ഏഷ പ്രപന്നവരദോ രമയാത്മശക്രിയ യദ്യത് കരിഷ്യതി ഗൃഹീത ഗുണാവതാര തസ്മിൻ സ്വവിക്രമമിദം സൃജതോപി ചേതോ യുഞ്ജീത കർമ്മശമലം ചയഥാ വിജഹ്യം. അടുത്ത എന്താണ് ആവശ്യപ്പെട്ടതെന്ന് നോക്കാം. ആദ്യം ജനറലായിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു അങ്ങ് ഏൽപ്പിച്ച ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്, അതുകൊണ്ട് അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജോലി ചെയ്തു. 2 രീതിയിലാവാം. ആ ജോലി ചിലപ്പോൾ നന്നാവാം, വേണ്ട പോലെ ആവാം, അല്ലെങ്കിലോ അതിന് കോട്ടങ്ങളൊക്കെ ഉണ്ടാവാം. ഏത് വിധത്തിലും ആവാം. എന്ത് തന്നെയായാലും ശരി, നന്നായി എന്ന് വിചാരിക്കുക. ഭഗവാനൊക്കെ അനുഗ്രഹിച്ചതല്ലേ നന്നാവും. ആ നന്നായി കഴിയുമ്പോൾ എൻ്റെ ഒരു ഭാവം എന്താവും? ഭഗവാൻ അനുഗ്രഹിച്ച കഥയൊക്കെ മറക്കും. ഇതൊക്കെ എൻ്റെ മിട്ടുകൊണ്ട് ഞാനിങ്ങനെ നന്നാക്കിയതെന്നല്ല വിചാരിക്കുക. അങ്ങനെ വരാമല്ലോ വന്നോളൊന്നുമില്ല. 90% അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്തു ബ്രഹ്മാവ്? അത് ആദ്യം തന്നെ പറഞ്ഞങ്ങോട്ട് വെച്ചു, മുൻകൂർ ജാമ്യം. എന്താണ്? ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് സൃഷ്ടികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ്, എൻ്റെ മിടുക്കാണ് എന്നൊരു ഭാവം എനിക്ക് ഉണ്ടാവരുതേ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? അതാണ് ബ്രഹ്മാവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഏഷ പ്രപന്നവരദോ പറഞ്ഞു. അപ്പോൾ പ്രപന്നവരദ ഭഗവാന്റെ ഒരു വിശേഷണം പറഞ്ഞതാണ്. പ്രപന്നരാകുന്നത് ശരണാഗതന്മാർക്ക്, ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുന്നവർക്ക് വരദാനം ചെയ്യുന്നവനെ ആയിട്ടുള്ള അങ്ങ് എങ്ങനെയാണ് ഇരിക്കണത്? എന്തിൻ്റെ കുറവാണ്? ആത്മശക്തിയാ രമയാ എന്നാ പറഞ്ഞേ. ആത്മശക്തിയായിട്ടുള്ള രമാദേവി കൂടെയുണ്ട്. വക്ഷസ്സില വെച്ചേക്കണേ ഭഗവതി എപ്പോഴും മാറിടത്തിലാണ് ഭഗവാന്റെ. അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ബ്രഹ്മാവ് പറയാണ് ഭഗവാന്റെ ശക്തി മുഴുവനും ഈ നെഞ്ഞത്തിരിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. ഭഗവതിയാണെന്നാണ് പറഞ്ഞത്. നമ്മളും സാധാരണ പറയില്ലേ, എന്തെങ്കിലും നന്നായി ചെയ്താൽ ഇതിൻ്റെ പിന്നിലൊരു സ്ത്രീയുടെ സഹായമുണ്ടെന്ന് പറയും ഇല്ലേ? അങ്ങനെ ഇംഗ്ലീഷുകാരും വരെ ചൊല്ലുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ സൗന്ദര്യലഹരി എങ്ങനെയാണ് തുടങ്ങുന്നത്? ശിവ ശക്തിയായുക്തോ യതിഹ ഭവതി അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒന്ന് പരമശിവന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ശക്തി കൂടെയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഭഗവതിയെ പ്രതിഷ്ഠയില്ലെങ്കിലും കൂടെ ഭഗവതി ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ വേണം ശിവനെ നമ്മൾ നമസ്കരിക്കാൻ, അവിടെ പ്രാർത്ഥിക്കാനും തൊഴാനും ഒക്കെ. അതുകൊണ്ടാണ്. പിന്നെ സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ പിന്നെ എടുത്തു പറഞ്ഞു, എന്നാ ചെയ്ത് ആ ദേവി കൂടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലേ എന്താ ഉണ്ടാവുക? നച്ചേത് ഏവം ദേവോ, ഇത്ര കേമനാണെന്ന് പറയണ ഈ പരമശിവൻ തന്നെ നഖലു കുശല സ്പന്ദിതുമഭിന്ന് പറഞ്ഞ് അന്നങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്.
അതൊക്കെ ആ ദേവിയുടെ ക്രെഡിറ്റാണ്. ക്രെഡിറ്റ് ഗോസ് ടു ഹെർ ഓൺലി. അല്ലാണ്ട് എന്ന് പറഞ്ഞില്ലേ എന്ന പോലെ ഉള്ളൊരു പ്രയോഗമാണ്. ആത്മശക്തിയായിട്ടുള്ള രമോട് കൂടിയിട്ട് അവനവൻ്റെ ആ ശക്തി ആയിട്ടുള്ള രമോട് കൂടിയിട്ട് ഗൃഹീത ഗുണാവതാര അനവധി ഈ ഗുണാവതാരങ്ങൾ ഒക്കെ ഭഗവാൻ സ്വീകരിച്ചു. ഒരുപാട് അവതാരങ്ങളും ഗുണങ്ങളുമൊക്കെ ഉണ്ടായതൊക്കെ ആ ദേവി കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ യദ് കരിഷ്യതി, ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, ഭഗവാൻ ചെയ്യുന്നതെന്നാണ്, ചെയ്യാൻ പോകുന്നുവോ അത് തസ്മിൻ, അതിന് ഞാനിനി ഈ സൃഷ്ടി തുടങ്ങുന്നതിലൊക്കെ സ്വവിക്രമം ഇതം സൃജത അഭി, ഞാൻ സൃജത അഭി, ഞാൻ സൃഷ്ടി ചെയ്യുന്നവനാണെങ്കിലും ആ ഭഗവാന്റെ ഒരു പ്രഭാവം കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചേതഹ യുഞ്ജീത, അങ്ങനെയുള്ള ഒരു മനസ്സ് മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ ഭഗവാനെ. ഭഗവാന്റെ പ്രഭാവം കൊണ്ട് ഒരു ഉപകരണമായിട്ട് ഞാനിങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഭാവം എന്നിൽ നിന്നും വിട്ടുപോകരുത്. യുഞ്ജീത എന്നാണ് പറഞ്ഞത്, യോജിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു മനസ്സും മനോഭാവവും അവിടെ വിളക്കി ചേർക്കണം എന്നാണ് പറഞ്ഞത്, പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ പ്രയോഗമൊക്കെ എത്ര രസമാണെന്ന് നോക്കൂ. അതേപോലെ യഥാ കർമ്മശമലം വിജഹ്യാം ച, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കർമ്മശമലം എന്ന് പറഞ്ഞാൽ കർമ്മദോഷങ്ങൾ അഥവാ കർമ്മഫലം, ആ കർമ്മഫലമാണല്ലോ പിന്നീട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു കർമ്മയോഗമാക്കിയിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു മനസ്സ് എന്നിൽ നിന്നും ഉണ്ടാവണം. അപ്പോൾ കർമ്മശമലാം വിജഹ്യാം, അത് പിന്നെ ഉണ്ടാവില്ല, അതിനെ വിട്ടുകളയാൻ പറ്റും. അപ്പോൾ ആ കർമ്മദോഷവും കർമ്മഫലം ഇല്ലാത്ത രീതിയിൽ ഈ ഒരു കർമ്മം ചെയ്യാൻ എനിക്ക് സാധിക്കുമാറാകണേ എന്നാണ് പിന്നീടുണ്ടായ പ്രാർത്ഥന. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ദോശ ഉണ്ടാക്കുന്നത് ഒരു സൃഷ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം തന്നെ നൈഷ്കർമ്മ്യമാപ്യ അച്യുതഭാവവർജിതം ന ശോഭതേ, ഭാഗവതത്തിൽ ആദ്യം പറയുന്നുണ്ട്, ഒടുക്കവും പറയുന്നുണ്ട്, 1-ാം സ്കന്ധം പറയുന്നുണ്ട്, 12-ാം സ്കന്ധം പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം ഇനി ഇല്ല. ഇവിടെ സ്വാമിജി പറഞ്ഞില്ലേ, നമ്മളെന്ത് ചെയ്താലും ഒരു ദോഷവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തലാണ് നൈഷ്കർമ്മ്യം. ആ അവസ്ഥയിലെത്തിയ ഒരാൾക്ക് പോലും എന്താണ് അച്യുതഭാവവർജിതം, ആ അച്യുതൻ്റെ ഭാവം, ഭഗവാനെക്കുറിച്ചുള്ള ഭാവം പോയി കഴിഞ്ഞാലോ ന ശോഭതയെ, ആളെന്ത് ചെയ്താലും നേരെയാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി 24-ാമത്തെ ശ്ലോകം പറയാം. നാഭിഹൃദാദിഹസതംഭസി യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാസമനന്തശക്തേഃ രൂപം വിചിത്രമിദമസ്യ വിവൃണ്ണതോ മേ മാരീരിശിഷ്ട നിഗമസ്യ ഗിരം വിസർഗഃ എന്നാണ് അടുത്തത് പറഞ്ഞത്. ഈ നാഭിഹൃദം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊക്കിൾ കുഴി എന്ന് പറയില്ലേ നമ്മുടെ, ആ പൊക്കിൾ കുഴി, ആ പൊക്കിൾ കുഴിന്ന്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ കാര്യം എന്താ പറഞ്ഞേ? അംഭസി സതഹ എന്നാണ് പറഞ്ഞത്. ചില പാഠത്തിലെ ശതഹ എന്ന് കാണുന്നുണ്ട്. എന്തായാലും ആ ജലത്തിൽ വർത്തിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം. അംബസ് എന്ന് പറഞ്ഞ ജലാണ്. അപ്പോൾ ഇവിടെ ഈ പ്രളയജലത്തിൽ വർത്തിക്കുന്നവനും അനന്തശക്തേഹേ യസ്യ പുംസഹ, ആ അനന്തശക്തിയോടുകൂടിയ ആ ഭഗവാന്റെ, യസ്യ പുംസഹ, പുംസഹ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ, ആ പുമാൻ്റെ എന്നർത്ഥം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ, അപ്പോൾ ജലത്തിൽ കിടക്കുന്നവനായിട്ടുള്ള അനന്തശക്തിയായിട്ടുള്ള ആ ഭഗവാന്റെ നാഭിഹൃദാത്, ആ നാഭി കുഴിയിൽ നിന്നും ഹൃദത്തിൽ നിന്നും വിജ്ഞാനശക്തി അഹം ആസം എന്നാണ് പറഞ്ഞത്. വിജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ ആ വിജ്ഞാനത്തിൻ്റെ അധിഷ്ഠാനത്തോട് കൂടിയിട്ടുള്ള ശക്തി. അപ്പോൾ അറിവ്, എല്ലാത്തിനും അറിവ് വേണ്ടേ? നമ്മളിപ്പോൾ എന്ത് ജോലി ചെയ്താലും അതിൻ്റെ അറിവില്ലാണ്ട് പറ്റുമോ? തൂമ്പ ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ലാത്ത ഒരാളോട് കളയ്ക്കാൻ പുറപ്പെട്ട എങ്ങനെ ഉണ്ടാവും?
അതിനെക്കുറിച്ച് ജ്ഞാനമില്ല. അല്ലെങ്കിൽ എൻജിനീയർ 5 കൊല്ലമൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ ആ പ്രവൃത്തി ചെയ്യണേ, അല്ലാത്തൊരാൾ ചെയ്യാൻ പുറപ്പെട്ടാൽ നേരെയാവില്ല. വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഏത് കർമ്മത്തിനും ആവശ്യമാണ്, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ദോശ ആദ്യമായിട്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ. അപ്പോൾ എല്ലാത്തിനും ചെറുതായാലും വലുതായാലും ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരറിവ് ആവശ്യമാണ്. അങ്ങനെയുള്ള അറിവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി. ആ ശക്തിയോട് കൂടിയിട്ട് ഞാനിവിടെ ഉത്ഭവിച്ചിട്ടുണ്ട്. പറയണം, ആ ഭഗവാന്റെ തന്നെ വിചിത്രം ഇതം രൂപം വിവർണുതഃ മേ. ആ ഭഗവാൻ തന്നെ ആ തപസ് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ആ ദർശനം തരികയാണ് ചെയ്തത്, അല്ലേ? മനസ്സിൽ ദർശനം തന്നു. അപ്പോൾ ഇതിലും വലിയൊരു പുണ്യവും അനുഗ്രഹവും എന്താണ് ഇനി എനിക്കുണ്ടാവാനുള്ളത്? അങ്ങനെയാണ് ഞാൻ സൃഷ്ടി തുടങ്ങാൻ പോണത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വയ്ക്കണം. എന്താ? ഈ വേദങ്ങൾ ഒക്കെ ഈ ഭഗവാന്റെ മുഖത്തു നിന്നുണ്ടായതാണ് വേദം. ആ വേദമാണ് ധർമ്മമൂലം. നമ്മുടെയൊക്കെ ഈ സനാതനധർമ്മത്തിൻ്റെയൊക്കെ അടിത്തറ ഈ വേദമാണ്. അപ്പോൾ ആ വേദം ഒരിക്കലും നശിക്കാൻ പാടില്ല. ആ വേദം നശിച്ചാൽ ആകെ പോയില്ലേ. അപ്പോൾ അന്നൊക്കെ ഓലയിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? അതിങ്ങനെ ചൊല്ലിയാണ് പഠിച്ചിരുന്ന വേദം. അപ്പോൾ അത് ഇനിയുള്ള ഈ സൃഷ്ടികൾക്കൊക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഗിരാം നിഗമസ്യ ഗിരാം, ആ വേദത്തിലുള്ള അക്ഷരങ്ങൾ, വാക്കുകൾ, അതൊക്കെ വിസർഗ, ഉച്ചാരണം. വേദം ചൊല്ലണ കേട്ടിട്ടില്ലേ? അതിനൊരു സ്വരിതമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വേദത്തിൻ്റെ സാഹിത്യം, അതിലൊരു സംഗീതമുണ്ട്. ആ സംഗീതം ഇതൊക്കെ മാ രീരിഷിഷ്ട. രീരിഷിഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോവുക. മാ എന്ന് പറഞ്ഞാൽ വിട്ടുപോകരുതേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ അവസാനം എന്തും കൂടി പ്രാർത്ഥിച്ചു, ഈ വേദങ്ങൾ ഞാൻ ഒരിക്കലും മറക്കാൻ ഇടവരരുത്. ഈ വേദങ്ങൾ ഈ സൃഷ്ടികളിലേക്ക്, യോഗ്യമായ സൃഷ്ടികളിലേക്ക് എനിക്ക് കൈമാറി കൊടുക്കുവാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടാവണേ എന്നുള്ളതാണ് പിന്നീട് പ്രാർത്ഥിച്ചത്. അപ്പോൾ താൻ ഏത് പ്രവൃത്തിയാണോ ചെയ്യാൻ പോകുന്നത് ആ പ്രവൃത്തി പരിപൂർണമാവണമെന്നും അത് കുറ്റമറ്റതാവണമെന്നും ഉള്ള ഒരു ആഗ്രഹത്തിൻ്റെ പ്രകടനമാണ് ഈ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് കാണാം. അപ്പം നമുക്കും അത് തന്നെ വേണം. എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? അത് നന്നാവണം എന്നുള്ളൊരു ആത്മാർത്ഥതയും മനസ്സും ഉണ്ടായിട്ടാണ്, അല്ലേ? അല്ലാണ്ട് ഭഗവാൻ ഒരു പണി ഏൽപ്പിച്ചു, ഇതിപ്പോൾ എങ്ങനെയാണ് അവ ചെയ്യുക എന്ന് ദുർമുഖത്തോട് കൂടിയിട്ട്, അങ്ങനത്തെ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഒരു പണി എടുക്കരുത്. നമ്മൾ ഏത് പണിയെടുത്താലും അത് ഭഗവാൻ വിധിവശാൽ നമുക്ക് തന്നതാണ്, നിയോഗിച്ചതായിട്ടാണ് നമ്മളത് നന്നായിട്ട് അങ്ങോട്ട് ചെയ്യന്നെ എന്നുള്ള ഭാവത്തിൽ നമ്മൾ ചെയ്യാവൂ. ചിലപ്പോൾ നമുക്ക് അതിനോട് എന്തോ പ്രത്യേക കാരണം കൊണ്ടൊരു മടിയൊക്കെ ഉണ്ടാവും ആ ജോലി ചെയ്യാൻ. അങ്ങനെ മടിയൊന്നും വിചാരിക്കരുതെന്നാണ്. അത് നമ്മളിൽ നിക്ഷിപ്തമായ നിയുക്തമായ ഒരു കടമയാണ്. അത് ഞാനിതാ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള ഒരു നല്ല സന്തോഷമുള്ള മനസ്സോട് കൂടിയിട്ട് വേണം നമ്മുടെ ഏത് കർമ്മവും ചെയ്യാൻ. ബ്രഹ്മാവിന് ആ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത്. അവസാനം ഒരു പ്രാർത്ഥനയും കൂടിയും ചെയ്താണ് അത് ഉപസംഹരിക്കണേ. എന്താണ് പറഞ്ഞത്? സോസാവധഭ്രകരുണോ ഭഗവൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനം പുരുഹം വിജൃംഭൻ ഉത്ഥായ വിശ്വവിജയായ ചനോ വിഷാദം അപനയതാത് പുരുഷ പുരാണ എന്നാണ് അവസാനം പറഞ്ഞത്. ഭഗവാനെക്കുറിച്ച് ചില വിശേഷണങ്ങൾ ഇവിടെയും പറഞ്ഞു. ഒന്നാണ് അദഭ്രകരുണ എന്ന്. അഭ്രം എന്ന് പറഞ്ഞാൽ അതിനൊരു കുറേ അർത്ഥങ്ങളുണ്ട്. അഭ്രം എന്ന് പറഞ്ഞാൽ മേഘം എന്നർത്ഥമുണ്ട്, ആകാശം എന്നർത്ഥമുണ്ട്, ചക്രവാളം എന്നർത്ഥമുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമി എങ്ങനെയാണ് കാണാൻ? ഇങ്ങനെ വലിയൊരു വട്ടായിട്ടല്ലേ കാണുക, ഒരു ചക്രം പോലെയാണ് കാണുക, അല്ലേ? 4 ഭാഗത്തേക്കും കാണാവുന്ന ഒരു ഉയർന്ന ഒരു ഇതിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
അപ്പോൾ അങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ കാണുമ്പോൾ അതിനാണ് ചക്രവാളം എന്ന് പറയുക. അപ്പോൾ നമ്മളുടെ കാഴ്ചയ്ക്ക് ഈ ഭൂമിയിൽ ഉള്ളൊരു അതിരാണത് ഇല്ലേ, ഈ പറഞ്ഞ ചക്രവാളം. അതിൻ്റെ അപ്പുറം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഭൂമിയും ആകാശം കൂടി മുട്ടിയെന്ന് തോന്നുന്ന സ്ഥലമാണ് ഈ ചക്രവാളേ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒരു അതിര് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അദഭ്ര കരുണ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അഭ്രമില്ലാത്ത കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അളവില്ലാത്ത കാരുണ്യം, അറ്റമില്ലാത്ത കാരുണ്യം. അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. പുരാണ മറ്റൊരു വിശേഷണം കൊടുത്തത് അതാണ്, പുരാണ. ആ പുരാണ എന്ന് പറയാൻ എന്താ കാരണം? ഭഗവാനാണ് ആദ്യം ഉണ്ടായത്, ഏറ്റവും ആദ്യം ഉണ്ടായ ആളാണ്, ഏറ്റവും പഴക്കമുള്ള ആളാണ് എന്നർത്ഥം. പുരുഷ, അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാൻ സ അസൗ ഭഗവാൻ, ആ ഭഗവാൻ എന്നർത്ഥം. ആ ഭഗവാൻ എന്ത് വേണം? വിവൃദ്ധ പ്രേമ സ്മിതേന. വിവൃദ്ധം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച, പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹം, യാതൊരു വിധത്തിലുള്ള ഒരു കണ്ടീഷനും വയ്ക്കാത്ത സ്നേഹത്തിനാണ് പ്രേമം എന്ന് പറയുക. പക്ഷേ ഇപ്പോൾ നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ കാണുന്ന പ്രേമമൊക്കെ കണ്ടീഷൻ വെച്ചിട്ടുള്ളതായില്ല കാണുന്നത് അല്ലേ. അല്ലാണ്ട് ഒരു പ്രേമം ഇപ്പോൾ കാണുന്നുണ്ട് പത്രത്തിലൊക്കെ. ആ വാക്കിനെ ദുരുപയോഗം ചെയ്യണം അവർ പ്രവൃത്തി കൂടെ. അപ്പോൾ ആ പ്രേമ സ്മിതേന, സ്മിതം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. ആ പ്രേമ സ്മിതം കൊണ്ട് നയനാംബുരുഹം വിജൃംഭൻ എന്നാണ് പറഞ്ഞത്. എന്തൊരു സാഹിത്യമാണെന്നറിയോ? താമരപ്പൂ പോലെയുള്ള കണ്ണിനെ വികസിപ്പിച്ചുകൊണ്ട്, അപ്പോൾ എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് നല്ലോണം നോക്കുകയും വേണം. അപ്പോൾ താമരപ്പൂ പോലെയുള്ള കണ്ണ് ഇങ്ങനെ ഈമ്പി നോക്കിയപ്പോൾ നല്ലോണം തുറന്ന് തന്നെ ഒന്ന് കടാക്ഷിക്കണം എന്ന് പറയണം. അങ്ങനെ പിന്നെയോ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണേ? ഈ വിശ്വവിജയായ എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തിനെ ഇനി ഉണ്ടാക്കാൻ പോവല്ലേ, ആ വിശ്വ വിജയത്തിന് വേണ്ടിയിട്ട്. അവിടെ വിജയം എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടി ഒക്കെ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായിട്ടും കുറ്റമറ്റതായിട്ടും വിജയിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഉത്ഥായ, എഴുന്നേറ്റിരിക്കുക. യോഗനിദ്ര എന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. കണ്ണൊക്കെ പതുക്കെ ഇങ്ങനെ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ വഴി നമുക്ക് അവിടെ ഓടിപ്പോകാനോ അല്ലെങ്കിൽ വേറെ ഒന്നും അങ്ങനെയില്ല, ഒന്നും ഇങ്ങോട്ട് മാറിക്കിട്ടണ്ടേ. അതാണ് ആ ഉത്ഥായ ശബ്ദത്തിൻ്റെ ഭംഗി. അങ്ങനെ ഉള്ള ഇതിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ, അവിടെ പ്ലൂരൽ ഉപയോഗിച്ചു, അവിടെ എൻ്റെ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. വിഷാദം, എൻ്റെ ദുഃഖത്തിന്. അപ്പോൾ എന്തിനാ ദുഃഖം? ദുഃഖം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ വലിയൊരു ദൗത്യമാണ് ഞാൻ ഏറ്റേക്കണതേ, അത് ഭംഗിയായിട്ട് നടത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ചെറിയ ടെൻഷനുണ്ട്, അതാണ് അവിടെ ആ വിഷാദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യണ്ടേ? മാധ്വ്യാഗിര അപനയതാതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാ റിക്വസ്റ്റൊക്കെ ചെയ്തു, ഒരാളോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു റിപ്ലൈ ഇല്ലെങ്കിലോ, ഒരു പരാതി കൊടുത്തു അല്ലെങ്കിൽ ഒരു അപേക്ഷ വെച്ചു, അപേക്ഷ വെച്ചിട്ട് ഒരു മറുപടി ഇല്ല, അങ്ങനെ നിൽക്കുക. നേരിട്ട് പറഞ്ഞു, സംസാരിച്ചു, അങ്ങനെ എനിക്ക് അതൊക്കെ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല യെസ് അല്ലെങ്കിൽ നോ, എന്തെങ്കിലും ഒരു മറുപടി വേണ്ടേ? അതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പ്രതിമ പോലെ നിന്ന് എന്ത് രസമുള്ള ഇല്ല. അപ്പം അതുകൊണ്ട് പറയാണ്, എൻ്റെ ഈ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് മാധ്വയാന്ന് പറഞ്ഞു, മധു ഊറുന്ന എന്ന് പറഞ്ഞ തേനൂറുന്ന മധുരമുള്ള ഗിരാ വാക്കുകളാൽ മൊഴികളാൽ അപനയതാത്, എൻ്റെ ആ വിഷാദത്തിനെ ഇല്ലാണ്ടാക്കണേ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ വിഷാദമുള്ള സമയം ഉണ്ടാവില്ലേ, അപ്പോൾ ഒക്കെ നമ്മളെന്താ ചെയ്യുക? അത് കൂട്ടാൻ ഉള്ള വാക്കുകൾ കൊടുക്കുമോ, അത് കുറയ്ക്കാനുള്ള വാക്കുകൾ കൊടുക്കുമോ? ശരിയായ സുഹൃത്താണെങ്കിൽ സാന്ത്വനപ്പെടുത്തിയിട്ട് ആ വിഷാദം മുഴുവൻ തീർത്തിട്ടേ അവിടെ നിന്ന് പോരുള്ളൂ. അപ്പോൾ അവിടെ നമ്മളെന്താ, നല്ല വാക്കുകളാണ്, മധുരമുള്ള വാക്കുകൾ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പിന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ബ്രഹ്മ ഉദ്ദേശിച്ചതുകൊണ്ട് എനിക്ക് അതിന് പ്രേരണ നൽകുന്ന, ഉൾപ്രേരണ നൽകുന്ന പ്രചോദകങ്ങളായിട്ടുള്ള മധുരമുള്ള വാക്കുകളെ കൊണ്ട് എൻ്റെ ഈ ടെൻഷൻ ഒഴിവാക്കി തരണേ എന്നാണ് അവസാനം പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എത്ര കോൺഫിഡൻസ് ഉള്ള ആളാണ്, എത്ര അറിവുള്ള ആളാണെങ്കിലും ഇതുപോലൊരു വലിയ ദൗത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു അമ്പരപ്പുണ്ടാവും.
എനിക്ക് പറ്റുമോ അവനവൻ്റെ കഴിവിലുള്ള ഒരു വിശ്വാസക്കുറവുണ്ടാവും. അതാണ് ഇവിടെ ബ്രഹ്മാവിനുണ്ടായത്. അതാണ് ഈ വിഷാദം എന്ന് പറഞ്ഞത്. പ്രാർത്ഥിച്ച പ്രധാന കാര്യങ്ങൾ ഒന്നാമത് പൂർവ്വകൽപ്പത്തിലെ പോലെ തന്നെ സൃഷ്ടികർമ്മം നിർവഹിക്കാനുള്ള എല്ലാ അറിവും കഴിവും എന്നിൽ നല്ലപോലെ വർദ്ധിപ്പിച്ച് ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കർമ്മത്തിൻ്റെ പ്രവർത്തനമാകുമ്പോൾ എനിക്കുണ്ടാവാൻ സാധ്യത ഉള്ള ആ ദോഷം, അതായത് ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ഒരു അഹങ്കാരം അതുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു ദോഷവും ബാധിക്കരുത്, എനിക്ക് കർമ്മദോഷം ഈ ഒരു കാര്യത്തിലുണ്ടാവരുത് എന്ന് പറഞ്ഞു. മൂന്നാമത് പ്രധാനമായിട്ട് പറഞ്ഞതാണ് ആ വേദങ്ങൾ മറക്കരുത്, ആ വേദവിസ്മൃതി ഉണ്ടാവരുത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. കാരണം ഒരു സൃഷ്ടി നടത്തുമ്പോൾ ആ ലോകം നിലനിൽക്കുന്നത് തന്നെ ധർമ്മത്തിലാണ്. ആ ധർമ്മത്തിൻ്റെ മൂലം ആണ് ഈ വേദം. അപ്പോൾ ആ വേദമില്ലെങ്കിൽ ഈ സനാതനധർമ്മമില്ല. ആ സനാതനധർമ്മം ഉണ്ടെങ്കിൽ ഇവിടെ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വേദങ്ങൾ ഒരിക്കലും ഞാൻ മറക്കാൻ ഇടവരരുതേ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ഭഗവാൻ ഇനി നല്ല വാക്കുകളിൽ കൂടെ എനിക്ക് ശക്തി പകർന്നു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബ്രഹ്മാവിൻ്റെ അത് അവസാനിപ്പിക്കുന്നത്. ഇതാണ് ആ ബ്രഹ്മസ്തുതി ഇപ്പോൾ നമ്മൾ പഠിച്ചത്.